സമയം രാത്രി 2 മണി. വീട്ടിലുള്ള എല്ലാവരും കിടന്നുറങ്ങുകയാണ്. പക്ഷെ നിങ്ങൾ മാത്രം സീലിംഗിലേക്ക് നോക്കി കിടക്കുകയാണ്. നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. നിങ്ങൾ തിരിഞ്ഞു കിടക്കും, മറഞ്ഞു കിടക്കും. ഏകദേശം അരമണിക്കൂറും പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് നിങ്ങൾ സമയം നോക്കുമ്പം 3:30 അടുത്ത പ്രാവശ്യം സമയം നോക്കുമ്പോഴത്തേക്കും 5 മണിയായി. രാവിലെ ജോലിക്ക് പോകാനുള്ളതാ. ഇനി ഞാൻ എപ്പോഴാണ് ഉറങ്ങുക? ഇനി ഉറങ്ങിയാൽ തന്നെ 8 മണിയാകുമ്പോഴത്തേക്കും എണീക്കാൻ പറ്റുമോ? ഇതെല്ലാം ആലോചിച്ച് നിങ്ങളുടെ ആദി തുടങ്ങും. ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. നിങ്ങൾക്കും എപ്പോഴെങ്കിലുമൊക്കെ ഉറങ്ങാൻ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഉത്തരം അതേന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഉറക്കമില്ലായ്മ 2 തരത്തിലുണ്ട്. അക്യൂട്ട് അഥവാ പെട്ടെന്ന് ഉറക്കം നഷ്ടപ്പെടുന്നതും രണ്ടാമത്തത് ക്രോണിക് ആണ്, അതായത് വിട്ടുമാറാത്ത തരത്തിലുള്ള ഉറക്കമില്ലായ്മ. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉറക്കത്തിനെ തിരിച്ചു പിടിക്കുന്നതിനെ കുറിച്ചാണ്. മെലറ്റോണിൻ എന്ന് പറയുന്ന സ്ലീപ്പ് സപ്ലിമെന്റ് കഴിക്കണോ? അത് എത്ര ദിവസം കഴിക്കണം? കാലങ്ങളായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉറക്ക ഗുളികൾ അതെങ്ങനെ നിർത്താം? ഉറക്കം തിരിച്ചു പിടിക്കുന്ന ശാസ്ത്രം നമുക്ക് ഈ വീഡിയോയിൽ കീറി മുറിച്ച് പരിശോധിക്കാം. മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ണറായിട്ടുള്ള ഡോഫുഡിയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് അക്യൂട്ട് ഇൻസോംനിയനെ കുറിച്ച് നോക്കാം. നിങ്ങൾക്ക് സാധാരണ അധിക ദിവസങ്ങളിലും ഉറക്കം നല്ല രീതിയിൽ കിട്ടാറുണ്ട്. പക്ഷേ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ല. ഇതിന് പ്രധാനമായിട്ടും ചില കാരണങ്ങളുണ്ടാവും. അതിൽ ആദ്യത്തേത് ചില ലൈഫ് ഇവൻറ്റ്സ് ആവാം. ഒരു പരീക്ഷ, ജോലിയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഒരു പ്രസൻറ്റേഷൻ, അല്ലെങ്കിൽ ഉറ്റവരുടെ വിയോഗം. രണ്ടാമത്തത് ഹെൽത്ത് ഇഷ്യൂസ് ആണ്. പെട്ടെന്നുണ്ടാകുന്ന നടുവേദന അല്ലെങ്കിൽ പനി, ഇതെല്ലാം ആവാം. മൂന്നാമത്തത് എൻവയൺമെന്റൽ റീസൺസ് ആണ്. നിങ്ങൾ ദൂരെ യാത്ര ചെയ്തു, അതിന്റെ ഭാഗമായി അനുഭവപ്പെടുന്ന ജെറ്റ് ലാഗ് ആവാം. അല്ലെങ്കിൽ നിങ്ങളുടെ സാധാരണ കിടക്കുന്ന റൂമിലോ ബെഡിലോ അല്ല നിങ്ങൾ കിടക്കുന്നത്, സ്ഥലം മാറി കിടക്കുന്നു. ഇത് കാരണവും അക്യൂട്ട് ഇൻസോംനിയ ഉണ്ടാവാം. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ പേടിക്കേണ്ടയോ ഭയപ്പെടേണ്ടയോ ആവശ്യമില്ല. കാരണം ഈ ഒരു സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഉറക്കം തിരികെ വരും. എന്നാൽ ഇവിടെ അധികം ആൾക്കാരും ചെയ്യുന്ന തെറ്റ്, 2-3 ദിവസം ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ സൈക്കാട്രിസ്റ്റിനെ പോയി കാണിക്കും, ഉറക്ക ഗുളിക കഴിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്തയിൽ, ആങ്സൈറ്റിയിൽ ഉറങ്ങാൻ വേണ്ടി പല കാര്യങ്ങൾ ശ്രമിക്കും. പക്ഷേ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയില്ല. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങളുടെ ബ്രെയിനിന് കൂടുതൽ സ്ട്രെസ്സാണ് ഉണ്ടാകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് സ്ലീപ്പ് ഹൈജീൻ പാലിക്കുകയാണ് ചെയ്യേണ്ടത്. അതെന്താണെന്നുള്ളത് ഞാൻ വീഡിയോന്റെ അവസാനം പറയാം. ചിലര് ഉറക്കം കിട്ടാത്ത സമയത്ത് മെഡിക്കൽ ഷോപ്പിൽ പോയി മെലറ്റോണിൻ വാങ്ങിച്ചു കഴിക്കും. എന്താണ് ഈ മെലറ്റോണിൻ? അധികം ആൾക്കാരും തെറ്റിദ്ധരിച്ചതുപോലെ മെലറ്റോണിൻ എന്ന് പറയുന്നത് ഒരു ഉറക്ക ഗുളികയല്ല. നമ്മളുടെ ബ്രെയിനിലുള്ള പിനിയൽ ഗ്ലാൻഡ് ഇത് ഇരുടാവുന്ന സമയത്ത് നാച്ചുറലി ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ്. രാത്രിയായി ഉറങ്ങാൻ സമയമായെന്നുള്ളത് ശരീരത്തിനോട് പറയുന്ന ഒരു തരത്തിലുള്ള മെസ്സഞ്ചർ ആണ് മെലറ്റോണിൻ. മെലറ്റോണിൻ ഒരു സ്ലീപ്പ് സപ്ലിമെന്റ് ആണ്. ഇത് തുടങ്ങുന്ന സമയത്ത് 3 മില്ലിഗ്രാം മതിയാവും. ചിലർക്ക് 1.5 മില്ലിഗ്രാം മതിയാവും. ഇത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ക്ഷീണവും തലവേദനയും ഉണ്ടാവാം. മെലറ്റോണിൻ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പെയാണ് കഴിക്കേണ്ടത്. ഇത് സ്ഥിരമായി കഴിക്കാനുള്ളതല്ല. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച വരെ മാത്രം കഴിക്കുക. നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിൾ അല്ലെങ്കിൽ സർക്കേഡിയൻ റിതം ഇതൊന്ന് ട്രാക്കിലാക്കി കൊണ്ടുവരാനുള്ള ഒരു ടൂള് മാത്രമാണ് മെലറ്റോണിൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് 3 മാസത്തിൽ കൂടുതലായി, ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ക്രോണിക് ഇൻസോംനിയ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പലപ്പോഴും ശാരീരികമല്ല, മാനസികമായിരിക്കാം. അക്യൂട്ട് ഇൻസോംനിയ ഉള്ള ചിലർക്ക് അത് മാറിയിട്ടില്ലെങ്കിൽ ക്രോണിക് ഇൻസോംനിയയിലേക്ക് അത് പ്രോഗ്രസ് ചെയ്യാം. ചിലർക്ക് ബെഡ് കാണുമ്പോൾ തന്നെ ടെൻഷൻ അടിക്കും. ഇത് ഉറക്കം കിട്ടാത്ത സ്ഥലമാണ്, ഇവിടെ കിടന്നാൽ എനിക്ക് എന്തായാലും ഉറക്കം വരാൻ പോകുന്നില്ല, ഇത് ടെൻഷൻ അടിക്കാനുള്ള സ്ഥലമാണ്. ഇതിനെയാണ് കണ്ടീഷൻഡ് ഇൻസോംനിയ എന്ന് പറയുന്നത്. നിങ്ങളുടെ ബെഡ്റൂമും ഉറക്കമില്ലായ്മയും തമ്മിലുള്ള ഒരു കണക്ഷൻ തലച്ചോറ് തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു അവസ്ഥയിൽ മെലറ്റോണിൻ ഹോർമോൺസിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടെ നമ്മൾ മറ്റു തരത്തിലുള്ള വഴികൾ തേടേണ്ടതുണ്ട്. ക്രോണിക് ഇൻസോംനിയ ഉള്ളവർ പലരും ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമോ അല്ലാതെയോ മെഡിക്കൽ ഷോപ്പിൽ പോയി സെഡേറ്റീവ്സ് അല്ലെങ്കിൽ ഉറക്ക ഗുളികൾ വാങ്ങിച്ചു കഴിക്കുന്നവരാവാം. ആൽപ്രസോളം, ക്ലോനാസിപ്പാം, സോൾപിഡം ഇതെല്ലാം ഇത്തരത്തിലുള്ള ഗുളികകളുടെ എക്സാമ്പിൾസ് ആണ്. തലക്ക് അടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ബോധം പോവുമല്ലോ, ഏകദേശം അതേപോലെയാണ് ഇത്തരത്തിലുള്ള ഗുളികകൾ പ്രവർത്തിക്കുന്നത്. തലച്ചോറിനെ മരവിപ്പിച്ച് നമ്മളുടെ ബോധം കെടുത്തി ഉറക്കം പോലത്തെ ഒരു സ്റ്റേജിലേക്ക് കിടത്തി വിടുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഗുളിക കഴിച്ചാൽ നമുക്ക് കിട്ടുന്നത് പ്രോപ്പർ സ്ലീപ്പ് അല്ല. സ്ലീപ്പിംഗ് പിൽസ് സ്ഥിരമായി കഴിച്ചാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മളുടെ ശരീരം ഇതിനോട് അടിമപ്പെടും. ഡിപ്പെൻഡൻസിയും എഡിക്ഷനും ഉണ്ടാക്കാൻ കഴിവുള്ള ഗുളികകളാണ് സ്ലീപ്പിംഗ് പിൽസ് എന്ന് പറയുന്നത്. സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുന്നത് പോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള മറ്റൊരു സിറ്റുവേഷനാണ് ഇത്തരത്തിലുള്ള ഗുളികൾ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് ഈ ഗുളിക കഴിക്കുന്നത് നിർത്തുന്നത്. ഇത്തരത്തിലുള്ള സ്ലീപ്പിംഗ് പിൽസ് പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ റീബൗണ്ട് ഇൻസോംനിയ ഉണ്ടാവാം. അതായത് പഴയതിനേക്കാളും ഭീകരമായിട്ടുള്ള ഇൻസോംനിയ ഉണ്ടാവാം. ചിലർക്ക് അത് കാരണം മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഉത്കണ്ഠ ഉണ്ടാവാം, സിവിയർ ആങ്സൈറ്റി ഉണ്ടാവാം, വിറയൽ ഉണ്ടാവാം. മറ്റു ചിലർക്ക്
സീജേഴ്സ് അല്ലെങ്കിൽ അപസ്മാരം പോലെ ഉണ്ടാവാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മെഡിസിൻസ് കഴിക്കുന്നവർ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ഉടനെ നിർത്തരുത്. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഡോസ് മെല്ലെ 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 കുറച്ച് കൊണ്ടുവന്ന് മാത്രമേ നിർത്താൻ പാടുള്ളൂ. ഇതിനെയാണ് ടേപ്പറിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഉറക്ക ഗുളിക കഴിച്ചു തുടങ്ങുന്നതിന് മുമ്പേ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഫോർ ഇൻസോംനിയ ട്രൈ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മെഡിസിൻസ് നിർത്താൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള ഒരു വഴിയും കൂടിയാണ് CBT ഫോർ ഇൻസോംനിയ. ഇവിടെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ റോള് വളരെ വലുതാണ്. അവർ നിങ്ങൾക്ക് മരുന്ന് അല്ല തരുന്നത് ഉറങ്ങാൻ വേണ്ടി, പകരം നിങ്ങളുടെ ഉറക്കത്തിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ തിരുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്ലീപ്പ് ഹങ്കർ വർദ്ധിപ്പിക്കാൻ ഇവർ സഹായിക്കും. കട്ടിലിൽ കിടന്നുറങ്ങുന്ന സമയം കുറച്ച് നിങ്ങളുടെ സ്ലീപ്പ് ഡ്രൈവ് വർദ്ധിപ്പിക്കാൻ ഇവർ നിങ്ങളെ സഹായിക്കുന്നതാണ്. ബെഡ് എന്ന് പറയുന്നത് ഉറങ്ങാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പണ്ടുണ്ടായിരുന്ന ബെഡ്റൂമും ഉറക്കമില്ലായ്മ എന്നുള്ള കണക്ഷൻ ബ്രേക്ക് ചെയ്ത് ഉറങ്ങുന്ന സ്ഥലം ബെഡ്റൂം എന്നുള്ള രീതിയിൽ പുതിയ കണക്ഷൻസ് ഉണ്ടാക്കി കൊണ്ടുവരണം. ഇതിന് സമയമെടുക്കും, എഫേർട്ട് എടുക്കും. നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ലീപ്പിംഗ് പിൽസിന്റെ ഡോസ് കുറച്ച് കൊണ്ടുവരാനും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സഹായിക്കുന്നതാണ്. ഇതേസമയം മെലറ്റോണിനും മറ്റു തരത്തിലുള്ള സ്ലീപ്പ് സപ്ലിമെന്റ്സും താൽക്കാലികമായി നിങ്ങളുടെ സൈക്കോളജിസ്റ്റ് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തേക്കാം. ഇത്തരത്തിലുള്ള ലോങ് ടേം തെറാപ്പിന്റെ കൂടെ നിങ്ങളുടെ ജീവിതശൈലിയിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. സ്ലീപ്പ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. എല്ലാ ദിവസവും ഒരേ സമയത്ത് കിടന്നുറങ്ങാൻ പോവുക, ഒരേ സമയത്ത് ഉറങ്ങി എണീക്കാൻ ശ്രമിക്കുക. ഇത് ജോലി ചെയ്യുന്ന ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിലും ഹോളിഡേയ്സിലാണെന്നുണ്ടെങ്കിലും സമയം കൃത്യമായും പാലിക്കാൻ ശ്രമിക്കണം. കിടക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പേ സ്ക്രീൻ ടൈം ഒഴിവാക്കേണ്ടതാണ്. മെലറ്റോണിൻ മാത്രമല്ല, മെഗ്നീഷ്യം സപ്ലിമെന്റ്സും തിയോണിൻ സപ്ലിമെന്റ്സും അങ്ങനെ പലതരത്തിലുള്ള സ്ലീപ്പ് സപ്ലിമെന്റ്സ് ഉണ്ട്. ഇതെല്ലാം ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വരുന്ന സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള സപ്ലിമെന്റ്സിനൊക്കെ സൈഡ് എഫക്ട്സ് ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് നിങ്ങളുടെ നാഡീവ്യൂഹത്തിനെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഉറക്കം എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഇട്ടാൽ വരുന്ന ഒരു കാര്യമല്ല, അതൊരു ശീലമാണ്. നിങ്ങൾക്ക് വർഷങ്ങളായി ഉറക്കമില്ലായ്മയുണ്ടോ? ഉറക്ക ഗുളിക നിർത്താൻ നിങ്ങൾക്ക് പേടിയാണോ? നിങ്ങൾക്ക് വേണ്ടി ഡോഫോഡിയിൽ ഒരു സമ്പൂർണ്ണ സ്ലീപ്പ് പ്രോട്ടോകോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പ്രോട്ടോകോളിൽ വിശദമായിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ, ഉറക്കം പ്ലാൻ ചെയ്യാനുള്ള സ്ലീപ്പ് ഡയറിയും PDF-കളും, സ്ലീപ്പ് ഹൈജീൻ ചെക്ക് ലിസ്റ്റുകളും, മരുന്ന് നിർത്താനുള്ള ഗൈഡ് ലൈൻസും ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ സ്ലീപ്പ് പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ്. സ്ലീപ്പ് പ്രോട്ടോകോളിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും സ്ലീപ്പ് പ്രോട്ടോകോളിന്റെ പൂർണ്ണമായിട്ടുള്ള ആക്സസിന് വേണ്ടി ലൈക്ക് ബട്ടന്റെ താഴെയുള്ള ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇന്ന് തന്നെ സൈനപ്പ് ചെയ്യുക. ഒരു കാര്യം ഓർക്കുക, നല്ല ഉറക്കം എന്ന് പറയുന്നത് നിങ്ങൾക്കും അർഹതപ്പെട്ടതാണ്. നിങ്ങൾ സ്ഥിരമായി കഴിക്കുന്ന സ്ലീപ്പ് സപ്ലിമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഉറക്കത്തിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഈ വീഡിയോ കണ്ടതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി.